ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു മടി പിടിച്ച മോർണിംഗ് ആണ് കേട്ടോ. തലേന്ന് തന്നെ മാവൊക്കെ അരച്ച് വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര ലേസി ആയിട്ടാണ് രാവിലെ എണീറ്റ് വന്നത്. പതിപോലെ തന്നെ നമ്മളെന്നത്തും പരിപാടിയൊക്കെ തന്നെ. അങ്ങനെ രാവിലെ ദോശയൊക്കെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ദോശയും ചട്നിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാവ് അരക്കും ആദ്യം വിചാരിച്ച ഇഡ്ഡലിയാണ്, പിന്നെയാണ് ദോശയിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ ദോശ എനിക്കെപ്പോഴും നൈസ് ദോശയാണ് ഇഷ്ടം, പക്ഷെ ഇപ്പോൾ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചട്നി തേങ്ങാ ചട്നിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നത്. എനിക്ക് കുറച്ച് കടലയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചട്നീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ട് എല്ലാം മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യും. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചട്നി ഉണ്ടാക്കാറുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് താളിച്ച് വയ്ക്കും, അത്രയുള്ളൂ കേട്ടോ എൻ്റെ ചെറിയൊരു ചട്നി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞു കേട്ടോ, ഒരു സിമ്പിൾ ചട്നി റെസിപ്പിയാണ്. പിന്നെ കൈയോടെ തന്നെ ഹസ്ബൻഡ് കൊണ്ടുപോകാനുള്ള ലഞ്ചോടെ ആക്കിയിട്ടോ. പിന്നെ ഇച്ചിരി ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായ എനിക്ക് ഒത്തിരി അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, പിന്നെ ഒരു പൂതിക്ക് വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം മോൻ്റെ കൂടെ പുറത്ത് കളിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അവന് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണെന്നെങ്കിലും സൈക്കിൾ ചവിട്ടാൻ അവന് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴോട്ടും, അത്ര റെഡി ആയിട്ടില്ല. അപ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെ ഉന്തിക്കൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അവന് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചിനൊന്ന് ഫ്രൈഡ് റൈസ് ആക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്യാരറ്റ്, ബീൻസ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, സെലറിൻ, ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബസ്മതി റൈസ് ഇവിടെ വേവിച്ച് വെച്ചു. അപ്പോൾ എളുപ്പമുണ്ടല്ലോ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പച്ചക്കറി എല്ലാം കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് വാടിയതിന് ശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് 2-3 മുട്ടയും കൂടെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് ഒന്ന് ചിക്കൻ, പിന്നെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഈ വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ഇത് റൈസും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. വേണമെങ്കിൽ ഇച്ചിരി സോയ സോസ് ഒഴിക്കാം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാണ്ടായിരുന്നു, പുറത്തൊക്കെ പോയി. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, നല്ലൊരു സൺസെറ്റ് ആയിരുന്നു, നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റ്. ഈ പക്ഷീൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. അവരിങ്ങനെ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്, അതിൽ കുളിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പാറിപ്പോകുന്നു. ആ സൺസെറ്റിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ വന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി പോകുന്നുണ്ട്, വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്, അങ്ങനെ പോകുമായിരുന്നു. അതിനിടയിൽ മോനിടയ്ക്കിടയ്ക്ക് അവന് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നിടുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഫിഷിൻ്റെ സെക്ഷനാണ്. എല്ലാ ഫിഷും കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പല ഫിഷും ഇവിടെ കിട്ടില്ല കേട്ടോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ മാന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നെസ്റ്റോലൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് അധികം കണ്ടിട്ടില്ല. നല്ല കേക്ക്സ് കിട്ടും കേട്ടോ ഇവിടെ, നല്ല ടേസ്റ്റുള്ള, നല്ല റേറ്റ് ആണേ, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റുള്ള കേക്ക്സാണ്. അപ്പോൾ അത് മേഗിയൊക്കെ എടുക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ചെന്നാൽ അവൻ്റെ ട്രോളി ആണ് കേട്ടോ അത്, അതിൽ അവനാണ് എടുത്തിട്ട് വരാം. ഞാനിവിടെ എപ്പോൾ വന്നാലും വരുന്ന ഒരു പ്ലേസാണിത്. എനിക്കിവിടുത്തെ സ്വിറ്റ്സ് റോള് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലിഷ്ടം ചോക്ലേറ്റ് ഫ്ലേവറാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെന്നപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ വലിയ സൈസിലുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വാനില എടുത്തത്, വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഇതിവിടെ വരെ വന്നിട്ട് എങ്ങനെ എടുക്കാതെ പോകാമെന്നുള്ള മൈൻഡിൽ എടുത്തിട്ട് വന്നതാണ്. പിന്നെ ഇതാ അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലും ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലൊക്കെ പോകുന്നുണ്ട്. എല്ലാ സെക്ഷനിലും ഞങ്ങളെക്കാളും മുന്നിൽ നടക്കുന്ന മോനാണ് കേട്ടോ. അവനിവിടെ A to Z കാര്യങ്ങൾ അറിയാം, കാരണം എന്നും ഇവിടെ അധിക ദിവസവും ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ അവനറിയാം, ഇവിടുത്തെ ഓരോ ആൾക്കാരെയും അവനറിയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വേണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കോഫി കുറേ ദിവസമായി പറയണത് കോഫി മേടിക്കാമെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നെസ്കഫേൻ്റെ ഇങ്ങനെ നോക്കി, പക്ഷെ മേടിച്ചില്ല കേട്ടോ. വേറെ എവിടെ നിന്നെങ്കിലും മേടിക്കുക. ഇവിടെ ചില സാധനങ്ങൾ ഭയങ്കര റേറ്റാണ്, ചിലത് നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചില്ല. പിന്നെ മിഠായിൻ്റെ സെക്ഷനും എല്ലാം ഉണ്ട് കേട്ടോ. മിഠായിൻ്റെ സെക്ഷനിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും ഷുഗർ കട്ടാണല്ലോ എന്നൊക്കെ ഓർക്കും, പക്ഷെ മേടിക്കാറൊന്നുമില്ല, ചിലപ്പോൾ മേടിക്കും. പിന്നെ എന്താ ബില്ലൊക്കെ ചെയ്യുന്നുണ്ട്, ബില്ല് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
ബില്ലിങ് കഴിഞ്ഞ് നേരെ ഇനി റൂമിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് ഫോർ വാച്ചിങ്.